വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററിലെത്തിയ മോഹൻലാൽ അൻവർ റഷീദ് മൂവിയായ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന മൂവി 11 ദിവസങ്ങൾക്ക് മുന്നേ തിയേറ്ററിൽ എത്തിയല്ലോ. ഇപ്പോൾ ഈ ഒരു സിനിമ തിങ്കളാഴ്ച ഇന്ന് എങ്ങനെ ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്നു എന്നും സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കേരള കളക്ഷൻ എവിടെ ചെന്നെത്തി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 10-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ ഒരു ചിത്രത്തിൻ്റെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 16 ലക്ഷത്തോളം രൂപയാണ് നേടിയെടുക്കാൻ സാധിച്ചത്. ചിത്രം റിലീസായ രണ്ടാം ഞായറാഴ്ച എന്തായാലും ഒരു 40 ലക്ഷത്തിൻ്റെ മുകളിലുള്ള ഒരു കളക്ഷൻ നേടുമെന്ന് ഉറപ്പാക്കപ്പെട്ടതായിരുന്നു. എന്നാൽ സിനിമയ്ക്ക് പ്രതികൂല കാലാവസ്ഥയും അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ റോന്ത് എന്ന് പറയുന്ന ചിത്രത്തിന് മികച്ച റിപ്പോർട്ട് കിട്ടിയതും ചോട്ടാ മുംബൈ എന്ന് പറയുന്ന ഈ ഒരു ഞായറാഴ്ച കളക്ഷനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ 10 ദിവസത്തെ കേരള കളക്ഷൻ മാത്രം 3,31 ലക്ഷവും 10 ദിവസത്തെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 3,65 ലക്ഷത്തിന്റെ മുകളിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. 11-ാം ദിവസമായ തിങ്കളാഴ്ചയിലെ ഇന്നത്തെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് കുറച്ച് ബുക്കിങ്ങിൽ ഇടിവാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ ഞായറാഴ്ച 16 ലക്ഷത്തോളം രൂപ നേടിയ സിനിമയ്ക്ക് ഇന്ന് 11-ാം ദിവസമായ തിങ്കളാഴ്ച 8 ലക്ഷത്തിന്റെ താഴെ മാത്രമേ നമ്മൾ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. റിലീസിലും ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് ചേക്കേറിയ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഇതുവരെയുള്ള കളക്ഷൻ 3,31 ലക്ഷം. ഇന്നത്തെ സിനിമയുടെ കളക്ഷൻ കൂടി ചേരുന്ന സമയത്ത് 3,40 ലക്ഷത്തിന്റെ അടുത്തേക്ക് എത്തപ്പെടും. ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ 4 CR ടച്ച് ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. ഫൈനലി ചോട്ടാ മുംബൈ എന്ന് പറയുന്ന ചിത്രത്തിന്റെ കളക്ഷൻ എവിടെ ചെന്നെത്താനാണ് സാധ്യത? നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനോ ജനാസ്. ഓക്കെ, ബൈ.